മുംബൈ ഭീകരാക്രമണത്തിൽ കോൺഗ്രസിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആഭ്യന്തര മന്ത്രാലയ മുൻ അണ്ടർ സെക്രട്ടറി RVS മണി. ഭീകരാക്രമണം കോൺഗ്രസും ISIയും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് ആയിരുന്നു. ഹിന്ദു ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. നിർണായകമായത് അജ്മൽ കസബിനെ പിടികൂടിയതെന്നും RVS മണിയുടെ വെളിപ്പെടുത്തൽ. നമുക്ക് ഈ വാർത്തയോടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ TS ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുന്നു. അശ്വതി, തീർച്ചയായിട്ടും നമുക്ക് അശ്വതി പറഞ്ഞതുപോലെ തന്നെ, കാരണം കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ തന്നെ ഈ രാജ്യത്ത് ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ അതിനോട് നമ്മുടെ ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാരുകൾ പുലർത്തുന്ന സമീപനം നമ്മുടെ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ തിരിച്ചടിക്ക് തയ്യാറെടുക്കും. എന്നാൽ നമ്മുടെ ഭരണ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക്, കോൺഗ്രസിന്റെ മന്ത്രിമാർക്ക്, പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക്, പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർക്ക്, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നവർക്കടക്കം ഇത്തരത്തിൽ നമ്മുടെ സേനാ വിഭാഗങ്ങളെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തിനെതിരെയും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്കെതിരെയും ഉപയോഗിക്കുവാനുള്ള ധൈര്യമില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അവർ ധൈര്യപ്പെടാത്തതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവർ പുലർത്തുന്ന ഈ പാകിസ്ഥാനോട് പുലർത്തുന്ന ഈ ഭീകരവാദ സംഘടനകളോട് പുലർത്തുന്ന മൃദു സമീപനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ISIയും തമ്മിലുള്ള ഒത്തുകളി എന്ന ഈ ഒരു വെളിപ്പെടുത്തൽ ഏറെ ഗുരുതരമായി മാറുന്നതും. കാരണം കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, അവർ പിന്തുടരുന്ന നയങ്ങൾ, അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വശത്തുകൂടെ അവർ ഇസ്ലാമിക ഭീകരവാദത്തെ തലോടുമ്പോൾ രാജ്യത്ത് ഹൈന്ദവ ഭീകരവാദ ഉണ്ട് എന്ന ചില കഥകൾ സൃഷ്ടിക്കുന്നതിനും ചില സംഭവങ്ങൾ മെനഞ്ഞെടുക്കുന്നതിനും വേണ്ടിയാണ് അവർ ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ പ്രേരിപ്പിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നുള്ളതും ഈ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് വ്യക്തമാണ്. കാരണം മാലേഗാവ് സ്ഫോടനമായാലും സംജോത എക്സ്പ്രസ് സ്ഫോടനമായാലും അതിലൊക്കെ കോൺഗ്രസ് നിയന്ത്രിച്ചിരുന്ന ആ ഒരു ഭരണകൂടം അവർ ഉദ്യോഗസ്ഥരെ ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് എന്നുള്ളത് തന്നെ വ്യക്തമാണ്. കാരണം അവർ അവരുടെ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ഹൈന്ദവ ഭീകരവാദം ഉണ്ട് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമമാണ്. ആദർശ, വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.